നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലാണ്. ഇവിടുത്തെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാണ്, മന്ത്രങ്ങളാൽ മുഖരിതമാണ്. നമുക്ക് ചുറ്റും അയ്യപ്പന്മാർ ഭക്തിയോടുകൂടി, ദൈവചിന്തയോടുകൂടി, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിളനിലമായി മാറിയ മന്ത്രധ്വനികളോടുകൂടി നിൽക്കുന്ന എരുമേലി. ഇതേ എരുമേലിയാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രങ്ങൾക്ക് പകരം യുദ്ധകാഹളങ്ങൾക്ക് വേദിയായത്. അന്ന് അയ്യപ്പൻ പൗരാണിക സങ്കല്പത്തിൽ പറഞ്ഞാൽ നന്മയുടെ ശക്തികൾ തിന്മയുടെ ശക്തികൾക്കെതിരെ പടയൊരുക്കം നടത്തുന്നത് പോലെ സമാധാനത്തിന് വേണ്ടി പോലും തിന്മയോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുള്ള ലോകത്ത് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും അയ്യപ്പൻ തിന്മയുടെ ശക്തികൾക്ക് മേൽ, അല്ലെങ്കിൽ ശാസ്താവ് മണികണ്ഠൻ തിന്മയുടെ ശക്തികൾക്ക് മേൽ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച സ്ഥലം. ഇന്ന് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ കണ്ണിൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അയ്യപ്പനും അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വാവരും കൊച്ചുകടുത്തയും വലിയകടുത്തയും അടങ്ങുന്ന നായർ പട്ടാളവും അത് അയ്യപ്പന് സഹായകരമായി ബാക്കി വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ള വ്യക്തികളും അടക്കം ഉദയനൻ്റെ കോട്ടകൾ തകർക്കാൻ, തിന്മയുടെ കോട്ടകൾ നശിപ്പിക്കാനെന്ന പൗരാണിക സങ്കല്പത്തിലും ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഉദയനൻ്റെ കോട്ടകൾ തകർക്കാൻ ഒരുങ്ങുന്ന ഇടമാണിത്, അല്ലെങ്കിൽ യുദ്ധകാഹളങ്ങൾ കൂടി ഒരുങ്ങുന്ന ഇടമാണിത്. ചരിത്രത്തിൻ്റെ ദൃഷ്ടികോണിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കറുത്ത വസ്ത്രങ്ങൾ, ഭാരതീയ സംസ്കാരത്തിൽ ക്ഷേത്രാചാരങ്ങളിൽ പലപ്പോഴും കറുപ്പ് എന്ന നിറം എവിടെയും നമുക്ക് ഉപയോഗിച്ച് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ പൗരാണിക ചരിത്രപരമായ പശ്ചാത്തലത്തിൽ എവിടെയും അത് കാണില്ല. അതുമാത്രമല്ല, ഒരു ഡ്രസ് കോഡ്, ഒരു പ്രത്യേക വസ്ത്രധാരണ രീതി ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടും വളരെ വിരളമാണ്. ഈ 1-2 കാര്യങ്ങൾ അതും അടുത്ത കാലത്തുണ്ടായവയാണ്. ഈ 100 ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശബരിമലയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഡ്രസ് കോഡ്. ഇരുമുടി പോലെ ഒരു സങ്കല്പം, അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ പോകുന്ന പോലെ കൈവീശി പോകാതെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്ന ഇരുമുടി സങ്കല്പങ്ങളും വളരെ റെയറാണ്. ഈ അടുത്ത കാലത്ത് ശബരിമലയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് 1-2 കാര്യങ്ങൾ അത് അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. വ്യത്യസ്ത സമുദായങ്ങൾ, ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലുള്ളവർ അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ അങ്ങനെ ഇരുമുടി കെട്ടുമേന്തി ഈ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് പരസ്പരം അയ്യപ്പ എന്ന് അഭിസംബോധന ചെയ്ത് ഒരൊറ്റ മനസ്സും ശരീരവുമായി ഒരു പട്ടാളം ഉദയനൻ്റെ കോട്ടകൾ തകർക്കാൻ തുടങ്ങുന്നതിൻ്റെ സൂചനകൾ ഇന്നും അന്തരീക്ഷത്തിൽ എവിടെയോ ഭക്തിസാന്ദ്രമായ മന്ത്രങ്ങൾക്കിടയിൽ ചരിത്രത്തിൻ്റെ ദൃഷ്ടികോണുകൾ നോക്കിയാൽ നമുക്ക് ആ യുദ്ധകാഹങ്ങൾ ഇന്നും കേൾക്കാം. പടപ്പുറപ്പാടിൻ്റെ ഭാവപകർച്ച തന്നെയാണ് ഇന്നത്തെ ശബരിമല തീർത്ഥാടനമെന്ന് ചരിത്രം പറയുമ്പോൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതകൾ ഏറെയാണ്.
ചരിത്രം പരിശോധിക്കുമ്പോൾ പന്തളം ആക്രമിച്ച, ശബരിമല ആദ്യം തീവച്ച് നശിപ്പിച്ച ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരൻ മറവപ്പടയോടൊപ്പമാണ് വന്നതെന്നാണ് നമ്മുടെ ചരിത്രം. ആ മറവപ്പടയോടൊപ്പം ഉദയനൻ നടന്ന വഴികളും അല്ലെങ്കിൽ അദ്ദേഹം കീഴടക്കാൻ ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ ഇങ്ങ് വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നാണ് ഉദയനൻ വന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ ചരിത്ര വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. ആ വഴി ശബരിമലയെ ആക്രമിക്കാൻ വന്നപ്പോൾ ശബരിമലയിലേക്ക് വന്ന പാതകൾ ഇതാവാനാണ് സാധ്യത. ഉദയനും ഉദയൻ്റെ മറവപ്പടയും ഇവിടെ വരികയും ആക്രമിക്കുകയും അക്കാലത്ത് അമ്പലങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തകർക്കാൻ, അവയുടെ ധനസ്രോതസ്സുകൾ പിടിച്ചടക്കാൻ, സാംസ്കാരികമായി മേൽക്കൈ നേടാനൊക്കെയുള്ള വഴികളായിരുന്നു. അങ്ങനെ ഉദയനനും മറവപ്പടയും കൂടെ പോയ വഴികളാണിത് എന്ന് നമുക്ക് അനുമാനിക്കാം. എരുമേലിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നടന്നു നീങ്ങുമ്പോൾ എത്തുന്ന ഈ പ്രദേശമാണ് പേരൂർ തോട്. ഉദയനന്റെ രണ്ടാമത്തെ ശക്തമായ കോട്ട നിലനിന്നിരുന്ന കാനനമാർഗത്തിലേക്ക് നീളുന്ന ഈ ഒറ്റയടിപ്പാത കയറി ചെല്ലുന്നത് ഇരുമ്പൂന്നിക്കരയിലാണ്. അയ്യപ്പനും പടയാളികളും വില്ലും ശരവും വാളുകളും ഊന്നിവച്ച് വിശ്രമിച്ച സ്ഥലമാണിതെന്ന് ചരിത്രം പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ വെളിപ്പേരുകൊണ്ട് തന്നെയാണ്. അയ്യപ്പൻ ഇവിടെ ശിവപൂജ നടത്തിയെന്ന ഐതിഹ്യത്തിൽ ഇരുമ്പൂന്നിക്കരയിൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇത് പരമ്പരാഗത പാതയായിട്ട് അംഗീകരിക്കുന്നതിന് ദേവസ്വം ബോർഡ് തയ്യാറാണോ നമുക്കറിയത്തില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എരുമേലി പിന്നെ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കരിമല മൂർത്തി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു ക്ഷേത്രം കരിമല മൂർത്തി മാത്രമേ ഉള്ളൂ. മറ്റൊരു ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇതിനെ പ്രാധാന്യം കൽപ്പിക്കാതെ. അതുകൊണ്ട് തന്നെ പറയാമല്ലോ, ദേവസ്വം ബോർഡിൻ്റെതായ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഈ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം പരമ്പരാഗത പാതയായിട്ട് അവർ സമൃദ്ധിച്ചിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ ചാലക്കയം കൂടി വരുമ്പം ലാഹെ വന്നിട്ട് തിരിഞ്ഞ് അട്ടത്തോടിൻ്റെ താഴെ കൂടെയുള്ള റോഡിൽ നിന്ന് പമ്പയെ കയറുന്നതാണ് പരമ്പരാഗത പാതയെന്നാണ്. ഒരിക്കലും അതല്ല.
ഒരിക്കലും അങ്ങനെ പരമ്പരാഗത പാത വരത്തില്ല. അങ്ങനെയാണെങ്കിൽ എരുമേലിയിൽ അയ്യപ്പൻ വരാൻ യാതൊരു സാധ്യതയില്ല. എരുമേലിയിൽ അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യകതയും വരുന്നില്ല. പരമ്പരാഗത പാത എന്ന് പറയുന്നത് അയ്യപ്പൻ നടന്നു വന്ന പാതയാണ്. അത് എരുമേലിയാണ്. എരുമേലിയിൽ അയ്യപ്പൻ വന്നതിന് ശേഷം എരുമേലിയിൽ മഹിഷിയെ കൊന്ന ആ ചരിത്രം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം.